ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP സെക്കൻഡ് സെമസ്റ്റർ BA ഇംഗ്ലീഷ് ഡിഗ്രിയുടെ മേജർ കോഴ്സായിട്ടുള്ള റീഡിംഗ് ഫിക്ഷനിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എക്സേർട്സ് ഫ്രം ദ കളർ പർപ്പിൾ ബൈ ആലീസ് വാക്കർ, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അതിലെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ വിശദമായിട്ട് തന്നെ ഈ കളർ പർപ്പിൾ എന്ന് പറയുന്ന നോവലിനെ കുറിച്ചും എപ്പിസ്റ്റലറി നോവൽ എന്താണെന്നുള്ളതും ആലീസ് വാക്കറിനെ കുറിച്ചുള്ള ബയോഗ്രഫിയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാന കഥാപാത്രങ്ങളെക്കുറിച്ചും ഈ നോവൽ കൈകാര്യം ചെയ്യുന്ന തീംസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് പഠിക്കാനുള്ള 73ാമത്തെ ലെറ്ററിൻ്റെ സമ്മറിയും നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ ഭാഗത്തിലെ സമ്മറി, അതിനകത്ത് വരുന്നത് പ്രധാന കഥാപാത്രമായിട്ടുള്ള സെലി, അതുപോലെ തന്നെ സെലിയുടെ വഴികാട്ടിയായിട്ടുള്ള ഷഗ് എന്ന് പറയുന്ന ഒരു സിംഗർ അല്ലേ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റിലീജിയനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും, എസ്പെഷ്യലി ഷെഗിൻ്റെ കാഴ്ചപ്പാടിലുള്ള റിലീജിയൻ എന്താണ്, ദൈവം എന്താണ് എന്നുള്ളൊരു കോൺവെർസേഷനാണ് അവർ തമ്മിൽ നടക്കുന്നത് അല്ലേ. അതിനുശേഷം സെലി എന്ത് തീരുമാനിക്കുന്നു, ദൈവത്തിന് കത്തെഴുതുന്നില്ല, ഇനി മുതൽ സിസ്റ്റർ ആയിട്ടുള്ള നെറ്റിക്കാണ് കത്തെഴുതുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ, ബാക്കി ഭാഗങ്ങൾ നോക്കാം. Sophia has been let off her 12-year sentence as maid to the mayor and his wife's children 6 months early and is released to Sally's and Mr. Dash's home. Her children have barely seen her and have grown up with Squeak as their mother. The children barely recognize Sophia and call her Miss. നമുക്ക് നമ്മൾ സോഫിയ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചിരുന്നു. സോഫിയ എന്ന് പറയുന്ന കഥാപാത്രം ഹാർപ്പോയുടെ ആദ്യ ഭാര്യയാണ്. ഹാർപ്പോ എന്ന് പറയുന്നത് മിസ്റ്റർ ഡാഷിൻ്റെ മകനാണ് അല്ലേ, ആദ്യ ഭാര്യയിലുള്ള മകനാണ്. അപ്പോൾ ഈ ഹാർപ്പോയുടെ ആദ്യ ഭാര്യയാണ് സോഫിയ. സോഫിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഫിയ ഒരു പണിഷ്മെൻറ്റിന് വിധേയമായിട്ട് മേയറുടെ വീട്ടിലെ അല്ലേ, മേയറുടെയും ഭാര്യയുടെയും വീട്ടിൽ സെർവൻ്റായിട്ട് 12 വർഷക്കാലം ജോലി ചെയ്തു. അവൾ വളരെ നല്ല രീതിയിലാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 12 വർഷം പൂർത്തിയാക്കുന്നതിന് 6 മാസം മുൻപ് തന്നെ അവളെ വിട്ടയച്ചു അല്ലേ. സാധാരണ ജയിലിലൊക്കെയാണ് അടയ്ക്കുക. അവിടെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതിന് പകരമായിട്ട് സോഫിയയ്ക്ക് കിട്ടിയിട്ടുള്ള പണിഷ്മെൻറ്റ് എന്തായിരുന്നു, ആ മേയറുടെ വീട്ടിലെ ജോലിക്കാരി. അപ്പോൾ ആ മേയറുടെ വീട്ടിലെ ജോലി കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ മകളുണ്ട്, മകൻ, അവരെയൊക്കെ നോക്കുക, ഇതൊക്കെയാണ് അവൾക്കുണ്ടായിരുന്ന ജോലി. അങ്ങനെ ആ 12 വർഷം തികയുന്നതിന് മുൻപ് 6 months earlier ഷി വാസ് റിലീസ്ഡ്. അങ്ങനെ അവിടുന്ന് മോചിതയായ ശേഷം അവൾ സെലിയുടെയും മിസ്റ്റർ ഡാഷിൻ്റെയും വീട്ടിലേക്കാണ് വരുന്നത്. അവിടെയാണ് അവൾ താമസിക്കുന്നത് അല്ലേ, കാരണം ഭർത്താവിൻ്റെ കൂടി വീടാണ്. ഹെർ ചിൽഡ്രൻ ഹാവ് ബെയർലി സീൻ ഹെർ ആൻഡ് ഹാവ് ഗ്രോൺ അപ്പ് വിത്ത് സ്ക്യൂക്ക് ആസ് ദെയർ മദർ. അപ്പോൾ നോക്കുക, ഹാർപ്പോയുടെ ആദ്യ ഭാര്യയായിരുന്നു സോഫിയ. അവർക്ക് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഇപ്പോൾ വളർന്ന് വലുതായി. കുട്ടികൾക്ക് ഈ അമ്മയായിട്ടുള്ള സോഫിയയെ കണ്ട ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ അമ്മയാണ് ഈ വന്നത് എന്ന് തിരിച്ചറിയുന്നില്ല. അവരുടെ വിചാരം, അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ അവരുടെ അമ്മ ആര് തന്നെയാണ്, സ്ക്യൂക്കാണ്. കാരണം ഹാർപ്പോയുടെ സെക്കൻഡ് ഭാര്യയാണ് സ്ക്യൂക്ക് അല്ലേ. സ്ക്യൂക്കാണ് ആ കുട്ടികളെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ കാഴ്ചപ്പാടിൽ അവരുടെ അമ്മ എന്ന് പറയുന്നത് സ്ക്യൂക്കാണ് അല്ലേ. ഇപ്പോൾ വന്ന സോഫിയ ആരാണെന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ അവർ സോഫിയയെ മിസ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, അമ്മ എന്നുള്ളതിന് പകരം മിസ് എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടാണ് കുട്ടികൾ സോഫിയയെ വിളിക്കുന്നത്. സോ ആഫ്റ്റർ ഡിന്നർ, അങ്ങനെ ഇപ്പോൾ ആ വീട്ടിൽ ശരിക്കും അവിടെ സോഫിയ വന്നിട്ടുണ്ട് അല്ലേ. ഓൾറെഡി അവിടെ ഷെഗ് ഉണ്ട്, ഷെഗിൻ്റെ ഭർത്താവായിട്ടുള്ള ഗ്രേഡി ഉണ്ട്, സെലി ഉണ്ട്, സെലിയുടെ ഭർത്താവായിട്ടുള്ള മിസ്റ്റർ ഡാഷ് ഉണ്ട്, അവരുടെ കുട്ടികളുണ്ട്. ഇപ്പോൾ സോഫിയ കൂടി അവിടെ വന്നു. ഹാർപ്പോയും ഉണ്ട്. ഹാർപ്പോയുടെ പുതിയ ഭാര്യയായിട്ടുള്ള, അതായത് രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള സ്ക്യൂക്ക്, ഇവരെല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന സെലിയുടെ വീട്ടിലാണുള്ളത്. അങ്ങനെ ഒരു ദിവസം രാത്രി അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഷെഗ് ഒരു കാര്യം അവരോട് അനൗൺസ് ചെയ്യാണ്. ഷെഗ് അനൗൺസസ് ദാറ്റ് ഷീ ആൻഡ് സെലി ആർ ലീവിങ് ഫോർ മെംഫിസ് എലോങ് വിത്ത് ഗ്രേഡി. ഇപ്പോൾ ഇവർ താമസിക്കുന്നത് ജോർജിയയിലാണെന്ന് പറഞ്ഞിരുന്നു. അവർ മെംഫിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എലോങ് വിത്ത് ഗ്രേഡി. ആരുടെ കൂടെ? ഗ്രേഡിയുടെ കൂടെ ഷെഗും സെലിയും മെംഫിസിലേക്ക് പോവുകയാണ്. അപ്പം മെംഫിസിലേക്ക് പോകുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഗ് ഒരു സിംഗറാണെന്ന് പറഞ്ഞു. ഷെഗിന് കൂടുതൽ പ്രോഗ്രാംസ് കിട്ടും അല്ലേ, കൂടുതൽ പരിപാടികൾ കിട്ടും, കുറച്ചുകൂടി പ്രൊഫഷണൽ സിംഗർ എന്നുള്ള രീതിയിലേക്ക് അവൾക്ക് ഉയരാൻ പറ്റും.
എന്നുള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സെലിയെ സംബന്ധിച്ച് അബ്യൂസീവായിട്ടുള്ള മിസ്റ്റർ ഡാഷ് എന്ന് പറയുന്ന ഭർത്താവിൻ്റെ എന്താ പറയുക കാരാഗ്രഹത്തിൽ നിന്നുമുള്ളൊരു മോചനം കൂടിയാണ് സെലിയെ സംബന്ധിച്ച്, അല്ലേ? സെലിയ വീട്ടിലൊരു ജോലിക്കാരിയെ പോലെ അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മ എന്ന് പറയുന്ന ഈ രണ്ട് വിശേഷണങ്ങൾ മാത്രമാണ് അവൾക്കുള്ളത്. അല്ലാതെ ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഒന്നും ഈ സെലി ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഭർത്താവായിട്ടുള്ള മിസ്റ്റർ ഡാഷിൽ നിന്നും രക്ഷ നേടുക എന്നുള്ളതാണ് സെലിയെ സംബന്ധിച്ച് ഈ യാത്രയുടെ ഉദ്ദേശം, അല്ലേ? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മിസ്റ്റർ ഡാഷ് എന്താ പറയുന്നത്? മിസ്റ്റർ ഡാഷ് സേയ്സ് ഹി വോണ്ട് അലോ സെലി ടു ലീവ്. നടക്കില്ല, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഭർത്താവായിട്ടുള്ള ഞാൻ സെലിയെ വിടില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതോടുകൂടി സെലിയുടെ സ്വഭാവം മാറി എന്ന് തന്നെ പറയാം. But Sally has had enough. She talks back to Mr. Dash and says he's a terrible scoundrel who has kept Nettie's letters from her. അല്ലേ? അപ്പോൾ ടെറിബിൾ സ്കൗണ്ടറൽ എന്നാണ് ഭാര്യ ഭർത്താവിനെ പറയുന്നത്, അല്ലേ? മിസ്റ്റർ ഡാഷിനെ പറയുന്നത്. ഹീസ് എ ടെറിബിൾ സ്കൗണ്ടറൽ ഹു ഹാസ് കെപ്റ്റ് നെറ്റീസ് ലെറ്റർ ഫ്രം ഹർ, അല്ലേ? അപ്പോൾ ഇവള് നെറ്റിക്ക് അയക്കുന്ന കത്തുകൾ, ആ കത്തുകളുടെ റിപ്ലൈ ഒന്നും തിരിച്ച് സെലിക്ക് കിട്ടുന്നില്ല. അതൊക്കെ എന്ത് ചെയ്യുക, ഈ ഭർത്താവ് ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കുകയാണ് ഇവൾക്ക് കൊടുക്കാതെ, അല്ലേ? അപ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും എന്താ പറയുക അബ്യൂസ് ചെയ്ത ഈ ഭർത്താവിനെ ഒരു സ്കൗണ്ടറൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ഷീ സെയ്സ് ദാറ്റ് ഷീ ഹാസ് ഹാഡ് ഇനഫ് ഓഫ് കെയറിങ് ഫോർ ഹിസ് റോട്ടൺ ചിൽഡ്രൻ ആൻഡ് ലിവിങ് ഇൻ ഹിസ് ഹോം, അല്ലേ? അയാളുടെ കൂടെ അയാളുടെ വീട്ടിൽ ജീവിച്ചു മടുത്തു. അയാളുടെ കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് വരെ എങ്ങനെയാണ്? റോട്ടൺ ചിൽഡ്രൻ, അല്ലേ? അതായത് ഇപ്പോൾ ഈ മിസ്റ്റർ ഡാഷിൻ്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് മിസ്റ്റർ ഹാർപ്പോ ഹാർപ്പോ സോഫിയയാണ് ആദ്യം വിവാഹം ചെയ്തത്. ഇയാളുടെ ഉപദ്രവവും അല്ലെങ്കിൽ എന്താ പറയുക ബുദ്ധിമുട്ടും മൂലമാണ് സോഫിയയ്ക്ക് ഇവിടം വിട്ട് പോകേണ്ടി വന്നതും അങ്ങനെ ജയിലിലായതൊക്കെ, അല്ലേ? അപ്പോൾ ഇയാളുടെ മകൻ എന്ന് പറയുന്നത് ഹാർപ്പോ ആണ്. അപ്പോൾ ഈ ഹാർപ്പോയുടെ സ്വഭാവം മോശമാണ്. അതാണ് റോട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ റോട്ടൺ എന്ന് പറഞ്ഞാൽ ചീഞ്ഞ, അല്ലേ? റോട്ടൺ ടൊമാറ്റോ എന്നൊക്കെ പറയും, ചീഞ്ഞ തക്കാളി എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ മോശം കുട്ടികളെ നോക്കിയിട്ടും ഈ വീട്ടിൽ തിന്നും എനിക്ക് മടുത്തു, മതിയായി, ഇനി വയ്യ എന്നാണ് സെലിയുടെ വാദം. ദ അതേഴ്സ് അറ്റ് ദ ടേബിൾ ആർ കംപ്ലീറ്റ്ലി സർപ്രൈസ്ഡ് ആൻഡ് എംബോൾഡൻഡ് ബൈ സെലീസ് ഔട്ട്ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറി, അല്ലേ? അപ്പോൾ സെലിയുടെ ഈ പൊട്ടിത്തെറി കേട്ടപ്പോൾ മറ്റുള്ളവരെല്ലാവരും സർപ്രൈസ്ഡായി. അവരിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ സെലിയുടെ ഭാഗത്തൊന്നും ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, അവൾക്ക് വേണ്ടി ശബ്ദമുയർത്തി സംസാരിക്കുന്നത്, അല്ലേ? അവൾക്ക് വേണ്ടി അവളുടെ ഭർത്താവിനോട് എതിർത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവരിൽ ഒരു അത്ഭുതമുണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ്, എവിടെ നിന്നാണ് സെലിക്ക് മാറ്റം വന്നിട്ടുള്ളത്? തീർച്ചയായും ഷഗ് എന്ന് പറയുന്ന ആ സുഹൃത്തിൻ്റെ, അല്ലേ, ആ കമ്പാനിയൻ്റെ സാമീപ്യം അല്ലെങ്കിൽ അവൾ കൊടുത്ത ധൈര്യം കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നത്. Sally tells Harpo too that he is partially responsible for Sophia's service to the mayor's family, since Sophia never would have run away from him in the first place if he had not tried to beat her and control her. ഇനി സെലി നേരെ ഹാർപ്പോയോടാണ് സംസാരിക്കുന്നത്. ഹാർപ്പോ ടു ദാറ്റ് ഹി ഈസ് പാർഷ്യലി റെസ്പോൺസിബിൾ ഫോർ സോഫിയ സർവീസ് ടു ദ മേയേഴ്സ് ഫാമിലിയിലെ 12 വർഷക്കാലം സോഫിയ മേയറിൻ്റെ കുടുംബത്തിലെ ഒരു സെർവൻ്റായി ജോലി ചെയ്യേണ്ടി വന്നു, അല്ലേ? ആര് കാരണമാണ്? അല്ലെങ്കിൽ ഹാർപ്പോ ഈസ് പാർഷ്യലി റെസ്പോൺസിബിൾ, അല്ലേ? അതിനൊരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? പാർഷ്യലി റെസ്പോൺസിബിൾ ആണ് ഹാർപ്പോ എന്ന് പറയുന്നു. ഹാർപ്പോയുടെ മോശം കൊണ്ടാണ് സോഫിയയ്ക്ക് അങ്ങനെ ഒരു ദുരവസ്ഥ വന്നത്. സിൻസ് സോഫിയ never would have run away from him in the first place if he had not tried to beat her and control her, അല്ലേ? അപ്പോൾ ഹാർപ്പോയുടെ ഭാര്യയായിരിക്കുന്ന സമയത്ത് ഹാർപ്പോ അവളെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ബീറ്റ് ചെയ്യുക, അടിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? കുത്തുന്നുണ്ടായിരുന്നു. ഓർ ട്രൈ ടു കൺട്രോൾ ഹെർ, അവളെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചു ഹാർപ്പോ. അങ്ങനെ ഇയാൾ എന്താ പറയുക സ്വന്തം ഭാര്യയെ അടക്കി ഭരിക്കാനും അല്ലെങ്കിൽ കൂട്ടിലടച്ചൊരു കിളിയെ പോലെ വളർത്താനും അവളെ ഉപദ്രവിക്കാനും ഒന്നും തുനിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരവസ്ഥ സോഫിയയ്ക്ക് വരുന്നില്ല, അല്ലേ? അതുകൊണ്ട് സോഫിയ 12 വർഷക്കാലം ആ ജയിലിൽ കിടന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഹാർപ്പോയ്ക്കുണ്ട്. നീയും ഒരു നല്ല ഭർത്താവല്ല എന്ന് ഹാർപ്പോയോടും പറയുന്നു. ഷഗ് അനൗൺസസ് ദാറ്റ് സ്ക്യൂക്ക് ടു വിൽ ബി ഗോയിങ് വിത്ത് ദം ടു മെംഫിസ് ഇൻ ഓർഡർ ടു ട്രൈ ടു സിംഗ് പ്രൊഫഷണലി. Eleanor Jean, the white girl Sophia cared for, comes over at this point and interrupts the meal. Eleanor Jean asks to speak with Sophia. Her family, the mayor's family, is having many problems.
The younger son appears to be an alcoholic, and Sophia still helps the family out a great deal, giving Eleanor advice even though Sophia is no longer their servant. നോക്കുക, അപ്പോൾ ഇതിൻ്റെ കൂടെ ഷഗ് ഒരു കാര്യം കൂടി പറയുന്നു. ഞാനും എൻ്റെ ഭർത്താവായിട്ടുള്ള ഗ്രേഡിയും സെലിയും മാത്രമല്ല മെംഫിസിലേക്ക് പോകുന്നത്. സ്ക്യൂക്ക് വിൽ ബി ഗോയിങ് വിത്ത് ദം ടു മെംഫിസ്. അല്ലേ, ഞങ്ങളുടെ കൂടെ ആരും വരുന്നുണ്ട്? സ്ക്യൂക്കും വരുന്നുണ്ട്. ഷീ വിൽ ബി ട്രൈങ് ടു സിങ് പ്രൊഫഷണലി ഇൻ ഓർഡർ ടു ട്രൈ ടു സിങ് പ്രൊഫഷണലി. അപ്പോൾ ഈ സ്ക്യൂക്കിനും എന്താ പറയുക, ഇങ്ങനെ ഒരു പാട്ട് പാടാം അല്ലെങ്കിൽ ഒരു ഗായക ആയാൽ കൊള്ളാം എന്നുണ്ട്, ഒരു പ്രൊഫഷണൽ സിംഗർ ആവാനുള്ളൊരു താല്പര്യം ആർക്കുണ്ട്? സ്ക്യൂക്കിനുണ്ട്. അപ്പോൾ ആ പ്രൊഫഷണൽ സിംഗിങ് എന്നുള്ള ഒരു മേഖലയിൽ തൻ്റെ ഭാഗ്യം പരീക്ഷിക്കാനാണ് സ്ക്യൂക്ക് എന്ത് ചെയ്യുന്നത്? ഇവരോടൊപ്പം മെംഫിസിലേക്ക് പുറപ്പെടുന്നത്. ആ സമയത്താണ് അവിടേക്ക് എലൈനോർ ജെയിൻ എന്ന് പറയുന്ന മേയറുടെ മകൾ വരുന്നത്, അല്ലേ. അപ്പോൾ ഈ മേയറുടെ മകൾ ഈ മേയറുടെ വീട്ടിലായിരുന്നു സോഫിയ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ എലൈനോർ ജെയിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയത് ആരാണ്? സോഫിയാണ്. അതുകൊണ്ട് തന്നെ എലൈനോർ ജെയിന് സോഫിയോട് വളരെ എന്താ പറയുക, ഒരു നല്ല ബന്ധമാണുള്ളത്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫിയെ കാണാനായി എലൈനോർ ജെയിൻ എത്തിയിട്ടുണ്ട്. ദ വൈറ്റ് ഗേൾ സോഫിയ കെയർഡ് ഫോർ കംസ് ഓവർ അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ഇൻട്രപ്റ്റ്സ് ദ മീൽ. അപ്പോൾ അവർ ഡിന്നർ കഴിക്കുന്ന ആ സമയത്താണ് എലൈനോർ ജെയിൻ അവിടേക്ക് എത്തുന്നത്. എലൈനോർ ജെയിൻ ആസ് ടു സ്പീക്ക് വിത്ത് സോഫിയ. അപ്പോൾ സോഫിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഹെർ ഫാമിലി, ദ മേയേഴ്സ് ഫാമിലി ഈസ് ഹാവിങ് മെനി പ്രോബ്ലംസ്, അല്ലേ. അപ്പോൾ ആ മേയറിൻ്റെ കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നം പറയുന്നത് അയാളുടെ യങ്ങർ സൺ, അല്ലെ, അപ്പിയേഴ്സ് ടു ബി ആൻ ആൽക്കഹോളിക്. അയാളൊരു ഡ്രങ്കാർഡാണ്, ആൽക്കഹോളിക് അഡിക്റ്റാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു കുടുംബമാണ് എലൈനോർ ഫാമിലി, അല്ലെങ്കിൽ ഈ മേയറിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ആൻഡ് സോഫിയ സ്റ്റിൽ ഹെൽപ്സ് ദ ഫാമിലി ഔട്ട് എ ഗ്രേറ്റ് ഡീൽ, ഗിവിങ് എലൈനോർ അഡ്വൈസ് ഈവൻ ദോ സോഫിയ ഈസ് നോ ലോങ്ങർ ദെയർ സെർവൻറ്റ്. ഇപ്പോൾ ഈ സോഫിയ മേയർ കുടുംബത്തിലെ സെർവൻ്റ് അല്ല, അവളുടെ ശിക്ഷ കഴിഞ്ഞു, അവൾ ആ ജോലിയിൽ നിന്നും പിന്മാറി, അല്ലേ. എങ്കിലും ഇപ്പോൾ അവൾ എന്താ പറയുക, ഒരു സെർവൻ്റൊന്നും അല്ലെങ്കിലും അവൾക്ക് പറ്റുന്ന അത്രയും അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന മേയർ ഫാമിലിയെ സഹായിക്കുന്നുണ്ട്. എലൈനോർ ജെയിനെ ഒരു മകളെ പോലെ തന്നെ കാണുന്നു, അവൾക്ക് വേണ്ട ഉപദേശം നൽകുന്നു, അവളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ ഈ പറയുന്ന ഈ എലൈനോർ ജെയിനും സോഫിയയും തമ്മിലുള്ള ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഇപ്പോഴും അവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. After returning from talking to Eleanor Jane, Sophia says she will look after Susie Q, Skew's youngest child, and the other children while Skew's is in Memphis. Susie Q has already taken to Sophia, whom she does not know is her father's first wife. നോക്കുക, അവരെല്ലാവരും എന്ത് ചെയ്യാൻ പോവാണ്? മെംഫിസിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്ക്യൂക്കും പോകുന്നുണ്ട് എന്ന് പറഞ്ഞു, അല്ലേ. അപ്പോൾ ഈ സ്ക്യൂക്കിൻ്റെ മകളുണ്ട് സൂസി ക്യൂ. ഇവളാരാ നോക്കുക? അവളെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സോഫിയ ആണ്, റൈറ്റ്. ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം ടോക്കിംഗ് ടു എലൈനോർ ജെയിൻ, സോഫിയ സേസ് ഷി വിൽ ലുക്ക് ആഫ്റ്റർ സൂസി ക്യൂ, സ്ക്യൂക്സ് യങ്ങസ്റ്റ് ചൈൽഡ്. സ്ക്യൂക്കിൻ്റെ ചെറിയ ചൈൽഡായിട്ടുള്ള സൂസി ക്യൂവിനെ ഞാൻ നോക്കിക്കോളാം എന്ന് സോഫിയ പ്രോമിസ് ചെയ്യുന്നു, അല്ലേ. ആൻഡ് ദ അതർ ചിൽഡ്രൻ വൈൽ സ്ക്യൂക്ക് ഈസ് ഇൻ മെംഫിസ്. സ്ക്യൂക്ക് മെംഫിസിൽ നിന്നും തിരിച്ചു വരുന്നത് വരെ സൂസി ക്യൂ അതുപോലെ തന്നെ മറ്റു കുട്ടികളെയൊക്കെ താൻ നോക്കിക്കോളാം എന്ന് സോഫിയ വാക്ക് നൽകുന്നു. സൂസി ക്യൂ ഹാസ് ഓൾറെഡി ടേക്കൺ ടു സോഫിയ, അല്ലേ. അപ്പോൾ സൂസി ക്യൂയെ ഏറ്റെടുത്തു. ആൻഡ് ഷീ ഡസ് നോട്ട് നോ ഈസ് ഹർ ഫാദേഴ്സ് ഫസ്റ്റ് വൈഫ്, അല്ലേ. തന്നെ പെടുത്തിരിക്കുന്നത്, അതായത് ഈ സോഫിയ എന്ന് പറയുന്നത് തൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയാണ്, ഹാർപ്പോയുടെ ആദ്യ ഭാര്യയാണ് എന്നൊന്നും ഈ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഈ മെംഫിസിലാവുന്ന സമയത്ത് ഈ പറയുന്ന സ്ക്യൂക്കിൻ്റെ കുട്ടികളെയൊക്കെ സോഫിയ നോക്കിക്കൊള്ളാം എന്ന് അറിയിച്ചു കൊള്ളുന്നു. Sally begins to recognize that Grady is falling for Skewk. As they prepare, Grady and Skewk and Sally and Shug to leave for Memphis. Mr. Dash tries half-heartedly to make Sally stay, saying that she will come back from Memphis broke before too long. But Sally tells Mr. Dash that he will be punished in the afterlife for the hurt he has caused her, and that his attempts to imprison her as a mother and a laborer will only cause him to suffer in hell. Okay, Sally begins to recognize that Grady is falling for Skewk. അതായത് ഗ്രേഡി
ഗ്രേഡി ആരാ? ഷെഗിൻ്റെ ഹസ്ബൻഡാണ് അല്ലേ. ഷെഗിൻ്റെ ഹസ്ബൻഡിന് ആരോടൊരു താല്പര്യം? സ്ക്യൂക്കിനോടൊരു താല്പര്യം ഉള്ളതായിട്ട് സെലിക്ക് മനസ്സിലായി. ആസ് ദ പ്രിപ്പയർ ടു ലീവ് ഫോർ മെംഫിസ്. ദേ എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഗ്രേഡി, സ്ക്യൂക്ക്, സെലി, ഷഗ്. ഇവരാണിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്, മെംഫിസിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന സ്ക്യൂക്കിനോട് ഗ്രേഡിക്കൊരു താല്പര്യമുള്ളതായിട്ട് സെലി മനസ്സിലാക്കുന്നത്. ഇതേ സമയം തന്നെ ഈ സെലിയുടെ ഭർത്താവായിട്ടുള്ള അബ്യൂസീവ് ഹസ്ബൻഡായിട്ടുള്ള മിസ്റ്റർ ഡാഷ് ഹി ട്രൈസ് ടു ഹാഫ് ഹേർട്ടഡ്ലി ടു മേക്ക് സെലി സ്റ്റേ അല്ലേ. അതായത് എങ്ങനെയെങ്കിലും സെലിയെ ആ യാത്രയിൽ നിന്നും തടയാൻ അല്ലെങ്കിൽ ആ യാത്ര മുടക്കാൻ ശ്രമിക്കുന്നുണ്ട് മിസ്റ്റർ ഡാഷ്. അങ്ങനെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സെയിങ് ദാറ്റ് ഷീ വിൽ കം ബാക്ക് ഫ്രം മെംഫിസ് ബ്രോക്ക് ബിഫോർ ടു ലോങ്. നീ പോയിട്ടൊന്നും കാര്യമില്ല, അധികം വൈകാതെ തന്നെ, ബിഫോർ ടു ലോങ് അല്ലേ, യു വിൽ കം ബാക്ക് ബ്രോക്ക് അല്ലേ, നീ ആകെ തകർന്നു പോവും, നിനക്ക് അവിടെ പോയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരും. സോ ബെറ്റർ നോട്ട് ടു ഗോ അല്ലേ, പോവാതിരിക്കുകയാണ് നല്ലത്. ബട്ട് സെലി ടെൽസ് മിസ്റ്റർ ഡാഷ് ദാറ്റ് ഹി വിൽ ബി പണിഷ്ഡ് ഇൻ ദ ആഫ്റ്റർ ലൈഫ് ഫോർ ദ ഹേർട്ട് ഹി ഹാസ് കോസ്റ്റ് ഹെർ അല്ലേ, ഫോർ ദ ഹേർട്ട്, ഉപദ്രവം, ഹി ഹാസ് കോസ്റ്റ് ഹെർ. അപ്പോൾ ഈ മിസ്റ്റർ ഡാഷ് എന്നോട് ചെയ്ത എല്ലാ ഹേർട്ട്, ഉപദ്രവങ്ങൾക്കും ഹി വിൽ ബി പണിഷ്ഡ് ഇൻ ദ ആഫ്റ്റർ ലൈഫ്, അയാൾക്ക് ആഫ്റ്റർ ലൈഫിൽ പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളത്. ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലൈഫ് ആഫ്റ്റർ ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അതായത് മരണശേഷം ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, സ്വർഗത്തിലെത്തും, നരകത്തിലെത്തും അല്ലേ, നരകത്തിലെത്തി കഴിഞ്ഞാൽ കുറേ പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെ മിസ്റ്റർ ഡാഷ് സെലിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ അതിനുള്ള ശിക്ഷ ദൈവം നിങ്ങൾക്ക് തരും എന്നാണ് സെലി പറയുന്നത് അല്ലേ. ആഫ്റ്റർ ലൈഫിൽ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് അറ്റംപ്റ്റ്സ് ടു ഇംപ്രിസൺ ഹെർ ആസ് എ മദർ ആൻഡ് എ ലേബറർ. ഇംപ്രിസൺ എന്ന് പറഞ്ഞാൽ ജയിലിലടയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ജയിലിലടയ്ക്കുക എന്ന് പറയുന്നത് ഈ മിസ്റ്റർ ഡാഷിൻ്റെ വീടാകുന്ന ജയിലിൽ ഒരു അമ്മയെ പോലെ, ഒരു അമ്മയായിട്ട് മാത്രവും, അതുപോലെ തന്നെ ഒരു ലേബറർ, ആ വീട്ടുവേല ചെയ്യുന്ന ഒരു ജോലിക്കാരിയായിട്ടും കുട്ടികളെ നോക്കുന്ന ഒരു അമ്മയായിട്ടും മാത്രമാണ് തന്നെ ഇയാൾ കണക്കാക്കിയിട്ടുള്ളത് അല്ലേ. അങ്ങനെ തന്നെ ഒരു 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 എന്താ പറയുക, ഇംപ്രിസൺ ചെയ്യാൻ ശ്രമിച്ച നിങ്ങളുടെ ആ തെറ്റിന് മാത്രം ഹി വിൽ ഓൺലി കോസ് ഹിം ടു സഫർ ഇൻ ഹെൽ അല്ലേ, നരകത്തിൽ നിങ്ങൾ അനുഭവിക്കും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടും അല്ലേ. നിങ്ങളൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്നെ കണ്ടിട്ടില്ല, നിങ്ങൾ എന്നെ ഒരു ജോലിക്കാരിയായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കുട്ടികളുടെ അമ്മ, കുട്ടികളെ നോക്കാനുള്ളൊരു സ്ത്രീ ആയിട്ട് മാത്രമാണ് എന്നെ പരിഗണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനുള്ള തക്കതായ ശിക്ഷ നരകത്തിൽ നിന്നും ലഭിക്കും എന്ന് സെലി മിസ്റ്റർ ഡാഷിനോട് പറയുന്നു. Selly loves Shug house in Memphis, which is large and pink and built on a circular floor plan. Sometimes when she and Shug have time, they imagine the dream home they would love to build and draw pictures of it late into the evening. നോക്കുക, അങ്ങനെ മെംഫിസിലെത്തി സെലി, ഷഗ്, അതുപോലെ തന്നെ ഗ്രേഡി, സ്ക്യൂക്ക്, ഇവരെല്ലാവരും മെംഫിസിൽ ഷെഗിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അതൊരു വലിയ ഒരു പിങ്ക് പെയിൻ്റൊക്കെ അടിച്ച വളരെ മനോഹരമായിട്ടുള്ള ബിൽറ്റ് ഓൺ എ സർക്കുലർ ഫ്ലോർ പ്ലാൻ അല്ലേ, ഏകദേശം ഒരു വൃത്ത ആകൃതിയിലുള്ള ഒരു വീടാണ്. അങ്ങനെ അവരങ്ങനെ ഇരിക്കും. ഷെഗും അതുപോലെ തന്നെ സെലിയും തമ്മിൽ ഒരുപാട് സംസാരിക്കും അല്ലേ. അവർ തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഷീ ആൻഡ് ഷെഗ് ഹാവ് ടൈം, ദേ ഇമാജിൻ ദ ഡ്രീം ഹോം ദേ വുഡ് ലവ് ടു ബിൽഡ് അല്ലേ. അങ്ങനെ ഭാവിയിൽ അവർ നിർമ്മിക്കാൻ പോകുന്ന ആ സ്വപ്ന ഭവനത്തെക്കുറിച്ച് അവർ ചിന്തിക്കും. ആൻഡ് ഡ്രോ പിക്ചേഴ്സ് ഓഫ് ലേറ്റ് ഇൻ ടു ദ ഈവനിങ് അല്ലേ. ഇനി അവർ വൈകിട്ട് എന്ത് ചെയ്യും, ആ വീടിൻ്റെ, അവർ നിർമ്മിക്കാൻ പോകുന്ന സ്വപ്ന ഭവനത്തിൻ്റെ ചിത്രങ്ങൾ അവർ ഒരുമിച്ചിരുന്ന് വരയ്ക്കുന്നു. അപ്പോൾ മെംഫിസിൽ അവർ ഹാപ്പിയാണ് എല്ലായ്പ്പോഴും. When Shug is home, she cooks large meals for Selly and Grady and Skug, but when Shug is on the road, she works hard, sings a lot, and eats unhealthy meals during these tours. Selly begins making pans in Shug's house, all sorts of pans of many shapes, sizes, and types of fabric. Selly finds the making of pans to be therapeutic and a creative outlet she has long been looking for. Okay, when Shug is home, അങ്ങനെ ഷഗ് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഷീ കുക്സ് ലാർജ് മീൽ ഫോർ സെലി ആൻഡ് ഗ്രേഡി ആൻഡ് സ്ക്വീക്ക് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള 3 പേർക്കും ആരാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് വീട്ടിൽ?
ഷെഗ്ഗാണ്. ഷെഗ് വീട്ടിലുണ്ടാവുമ്പോൾ ബട്ട് അവൾക്ക് ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും അല്ലേ, സിംഗറാണ് അവൾ. പുറത്തൊക്കെ പോയി പാടാനൊക്കെ, അതായത് തെരുവിലായിരിക്കുന്ന സമയത്ത് വെൻ ഷീ ഈസ് ഓൺ ദ റോഡ് ഷീ വർക്ക്സ് ഹാർഡ് അല്ലെ, അങ്ങനെ തെരുവിലായിരിക്കുന്ന സമയത്ത്, പുറത്തായിരിക്കുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ സിങ്സ് എ ലോട്ട്, അവൾ ഒരുപാട് പാടുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് അൺഹെൽത്തി മീൽസ്, ഒരിക്കലും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡ് പോലെ ആവില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഫുഡ്, അത്ര തന്നെ അൺഹെൽത്തി ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവൾ പുറത്താവുന്ന സമയത്ത് വളരെയധികം അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് പാട്ട് പാടുന്നുണ്ട്, പക്ഷെ അവൾ അത്ര തന്നെ അൺഹെൽത്തി അല്ലാത്ത ഭക്ഷണമായിരിക്കും കഴിക്കുക. പക്ഷേ ഈ സമയത്ത് നോക്കുക, ഈ സെലിയിൽ വന്നൊരു മാറ്റം നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡ്യൂറിങ് ദീസ് ടൂർസ്, ഈ ഒരു സമയത്ത് സെലി ബിഗിൻസ് മേക്കിംഗ് പാൻസ് ഇൻ ഷെക്സ് ഹൗസ്. ഷെക്കിൻ്റെ വീട്ടിലിരുന്ന് പാൻസുകൾ നിർമ്മിക്കുകയാണ്, പലതരത്തിലുള്ള പാൻസ്, ഓൾ സോർട്സ് ഓഫ് പാൻസ് അല്ലേ, ഓഫ് മെനി ഷേപ്സ്, പല രൂപത്തിലുള്ള, പല സൈസിലുള്ള, ആൻഡ് പല ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് അല്ലെ, പലതരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള പലതരത്തിലുള്ള പാൻറ്റുകൾ സെലി നിർമ്മിക്കാൻ ആരംഭിച്ചു. സെലി ഫൈൻസ് മേക്കിംഗ് ഓഫ് പാൻസ് ടു ബി തെറാപ്പാറ്റിക് ആൻഡ് ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് ഷി ഹാസ് ലോങ് ബീൻ ലുക്കിംഗ് ഫോർ അല്ലേ. അപ്പോൾ ഈ സെലിയെ സംബന്ധിച്ച് ഈ ഒരു പാൻറ് നിർമ്മാണത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ തെറാപ്പാറ്റിക്. തെറാപ്പാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും രോഗം വന്നാലുള്ള ചികിത്സയാണ് തെറാപ്പി എന്ന് പറയുക, ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയില്ലേ. ഇവളെ സംബന്ധിച്ച് അവൾക്ക് ഇന്നേ വരെ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അവളുടെ സന്തോഷത്തിന് വേണ്ടി അവളൊന്നും ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിന്നും അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നത് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോഴാണ്. അവളെ സംബന്ധിച്ച് അവളുടെ ആ ഒരു വിഷാദം അല്ലെങ്കിൽ ഒന്നുമല്ല എന്നുള്ള തോന്നലിൽ നിന്നും അവളെ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തെറാപ്പാറ്റിക് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് ഈ മേക്കിംഗ് പാൻസ് എന്ന് പറയുന്നത്. പല രൂപത്തിൽ, പല വർണ്ണങ്ങളിൽ, പല സൈസിൽ, പല ഷേപ്പിൽ അല്ലേ, പല വസ്തുക്കളാൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള തുണികളാൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാൻറ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നു. ഇതായിരുന്നു അവൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതും. ഷെഗ് എൻകറേജസ് സെലി ടു മേക്ക് മോർ പാൻസ് ആൻഡ് ടു സ്റ്റാർട്ട് എ സ്മോൾ ബിസിനസ് സെല്ലിങ് ദീസ് പാൻസ്. അങ്ങനെ ഷെഗ് ഇവളെ പ്രോത്സാഹിപ്പിച്ചു അല്ലേ, വീണ്ടും ഒരുപാട് പാൻസ് നിർമ്മിക്കാൻ വേണ്ടി അവളോട് ആവശ്യപ്പെടുകയാണ്, റൈറ്റ്. ആൻഡ് അതുമാത്രമല്ല, ടു സ്റ്റാർട്ട് എ സ്മോൾ ബിസിനസ്, ഒരു ചെറിയ ബിസിനസ്സായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സഹായങ്ങളും ഉപദേശങ്ങളും ഷെഗ് സെലിക്ക് നൽകി. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ലൈഫ് ഓഫ് സെലി ഹാസ് എ ജോബ് അല്ലേ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് സെലി എന്ത് ചെയ്യാണ്, ഒരു ജോബ് ചെയ്യുകയാണ് അല്ലെ, വീട്ടുജോലിയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ജോബ് ചെയ്യുകയാണ്, വേർ ഷീ ഈസ് വർക്കിംഗ് ഫോർ ഹെർ സെൽഫ് അല്ലേ. അപ്പോൾ സെലി അവൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ആദ്യമായിട്ടാണ്, അവൾക്കായി ഒരു ജോലി ചെയ്യുന്നു, ഡൂയിങ് വാട്ട് ഷീ വാണ്ട്സ്, അവൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി അവൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ട്. ആൻഡ് മേക്കിംഗ് എ സ്മോൾ ബട്ട് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് മണി, വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിലും വളരെ അത്യാവശ്യമായിട്ടുള്ള അല്ലേ, വളരെ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നുണ്ട്, ചെറുതാണെങ്കിലും അവൾക്ക് വളരെ സന്തോഷം നൽകുന്ന, അവൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു ചെറിയ വരുമാനം കണ്ടെത്താനും അവൾക്ക് ഇതിലൂടെ സാധിച്ചു. The making of these pans causes Celis to feel an enormous amount of happiness, which is only multiplied by the love she feels for Shag അല്ലേ. അപ്പോൾ ഈ ഒരു പാൻറ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന പണത്തേക്കാൾ ഉപരിയായിട്ട് അവൾ തിരിച്ചറിഞ്ഞത് ദ എനോമസ് എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് ഷീ ഫീൽസ്, അവൾക്കിപ്പോൾ തോന്നുന്ന അതിയായ സന്തോഷമാണ് അല്ലേ. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളൊരു വരുമാനം കണ്ടെത്തിയിരിക്കുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ സ്വന്തം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വയം അവൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സന്തോഷത്തോടു കൂടി ഒരു ജോലി ചെയ്യുകയാണ്. അപ്പോൾ അതിനവൾ വളരെയധികം സന്തോഷമുണ്ട് അല്ലേ. ഈ സന്തോഷം ഇരട്ടിക്കുന്നത് എപ്പോഴാണ്, ബൈ ദ ലവ് ഷി ഫീൽസ് ഫോർ ഷെഗ്ഗാണ് തനിക്ക് ഇങ്ങനെ ഒരു വഴികാട്ടിയായത് എന്ന് ആലോചിക്കുമ്പോൾ ഷെഗ്ഗിനോട് തോന്നുന്ന സ്നേഹം ഇവളുടെ ഈ സന്തോഷത്തെ ഇരട്ടിപ്പിക്കുന്നു എന്നുള്ളത് കൂടി പറഞ്ഞിട്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്ന ദ കളർ പർപ്പിൾ എന്ന് പറയുന്ന നോവൽ വലിയൊരു നോവലാണ്, റൈറ്റ്. അതിലെ വെറും 3-4 ചാപ്റ്ററുകൾ മാത്രമാണ്, 3-4 ലെറ്ററിൻ്റെ സമ്മറി മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു സമ്മറിയാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികളെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.